ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അനസ് വേൾഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു മസാലക്കടലയായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ഒരു മസാലക്കടലയാണിത്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന രീതിയിലാണ് ഞാനിത് കാണിച്ചു തരുന്നത്. സാധാരണ മസാലക്കടല ഞാൻ 2-3 പ്രാവശ്യം വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഫെയിലായിരുന്നു. ഇപ്പോഴാണ് ശരിയായി കിട്ടിയത്. അപ്പോൾ ആ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് ഞാൻ അരച്ചെടുത്താണ്. കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുത്താണിത്. അപ്പോൾ നമ്മൾ നിലക്കടല ഒരു കപ്പ് നിലക്കടല എടുത്തിട്ടുണ്ട്. അതിലോട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. അതിൽ ചെറിയ വെള്ളമയം ഉള്ളതുകൊണ്ട് ഞാൻ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മസാലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. അപ്പോൾ അതൊരു 5 മിനിറ്റ് ഞാനവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വറുക്കാത്ത കടല എടുക്കണേ. വറുത്ത കടലയല്ല എടുത്തിരിക്കുന്നത്, തൊലിയുള്ള കടല എടുക്കണം. പിന്നെ ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് കടലമാവാണ് എടുത്തിരിക്കുന്നത്. 3 ടീസ്പൂൺ കടലമാവ് ഞാൻ എടുക്കുന്നുണ്ട്. ആദ്യം 2 ടീസ്പൂണാണ് ഇട്ടത്. പിന്നെ 1 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ടു. പിന്നെ 1 ടീസ്പൂൺ കടലമാവും കൂടി ഇട്ടു. തികയില്ലാന്ന് തോന്നിയോണ്ടാണ് രണ്ടാമത് 1 ടീസ്പൂൺ കൂടി ഇട്ടത് കേട്ടോ. കുറച്ച് പൊടി മതി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത്. പിന്നെ അതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്താൽ നല്ലൊരു കളർ കിട്ടും കേട്ടോ. എൻ്റെ ഒരു കാശ്മീരി മുളക് പൊടി തീർന്നു പോയതുകൊണ്ട് ഞാൻ സാധാ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു നുള്ള് കായപ്പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരച്ച് പുരട്ടി വെച്ചിരിക്കുന്ന കടലയുണ്ടല്ലോ, ആ കടല ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തില്ലായിരുന്നു. അപ്പം അതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊരു ചെറിയൊരു നനവ് മതി. നമ്മൾ ഇങ്ങനെ വിരൽ തൊട്ട് നോക്കുമ്പം കയ്യിൽ ഇങ്ങനെ ചെറിയ നനവ് തട്ടണം. ആ നനവ് മതി. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടി, പിന്നെ ഞാൻ അതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പ് ചേർത്ത് ഞാൻ കാണിച്ചില്ലാന്നുള്ളൂ. ഉപ്പും കൂടെ ചേർത്തിട്ടാണ് ഞാനത് പുരട്ടി വെച്ചത്. അപ്പോൾ ഉപ്പ് നല്ലപോലെ അത്യാവശ്യം മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ പുരട്ടി വെക്കണം, അല്ലെങ്കിൽ നമ്മൾ വറുത്തിടുമ്പം കടലയ്ക്ക് ഉപ്പ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ഡ്രൈ ആയി മിക്സ് ചെയ്തിരുന്ന പൊടികളില്ലേ, കടലമാവും അരിപ്പൊടിയും കൂടെയുള്ള ആ പൊടി നമുക്ക് കുറച്ചായിട്ട് ഇതിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചെറിയൊരു നനവ് വേണം കടലയ്ക്ക്, ഒത്തിരി വെള്ളം ഉണ്ടാവരുത്, ചെറിയൊരു നനവ് ഉണ്ടാവണം. ആ നനവോടുകൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. 2-3 പ്രാവശ്യമായിട്ട് കുറച്ചായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ലപോലെ ഒരു കോട്ട് ആയിന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പൊടി ഇടൽ നിർത്താം കേട്ടോ. നമുക്ക് ഇളക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതാ കണ്ടോ, ഞാൻ 2-3 പ്രാവശ്യം അങ്ങനെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതൊരു 5 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പോൾ ഇതൊന്ന് എല്ലായിടത്തും പിടിച്ച് കടലയിലൊന്ന് പിടിച്ച് നല്ലൊരു കോട്ടായിട്ടിരിക്കും. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടോ, നേരത്തെ ഇതിന് നിറം മാറി ഒരു കോട്ടിങ് പോലെ വന്നിട്ടുണ്ട്. കടലയിലെല്ലാം പൊതിഞ്ഞിരിക്കുകയാണ് ആ മാവെല്ലാം കൂടെ. ഇനി നമുക്ക് അതിൽ നിന്ന് ആ പൊടിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. എക്സസ് ആയിട്ടുള്ള പൊടികളൊന്ന് നമുക്ക് തട്ടിയെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എണ്ണ അതിലോട്ട് ഇടുമ്പോൾ എണ്ണ പെട്ടെന്ന് കലങ്ങി കേടായി പോകും. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ആവശ്യമില്ലാത്ത പൊടികളൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ഞാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് കറിവേപ്പില വറുത്തെടുക്കാം. അപ്പോൾ കറിവേപ്പില ആദ്യം വറുത്തെടുക്കുമ്പം വെളിച്ചെണ്ണയിലാട്ടോ ഞാനത് വറുത്തെടുക്കുന്നത്. വറുത്തെടുക്കുമ്പോൾ നല്ലൊരു മണമാണ്, എണ്ണയ്ക്കും നല്ലൊരു മണമാണ്. പിന്നെ നമ്മൾ ഈ മസാലക്കടല ഉണ്ടാക്കുന്നതിനകത്ത് കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ ഇടാറുണ്ട് കേട്ടോ. ഞാൻ ഇടാറുണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഇടുന്നത്. വെളുത്തുള്ളി ഞാൻ ഇതിനൊപ്പം തന്നെ വറുക്കുന്നുണ്ട്. വെളുത്തുള്ളി തൊലി കളയാതെ വെറുതെ കഴുകിയിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ചതച്ചിട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ആദ്യം കറിവേപ്പിലയാണ് വറുത്തെടുക്കുന്നത്. കറിവേപ്പില വറുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് കടലിട്ട് കൊടുക്കാം. കടല ഇട്ട് കൊടുത്ത അപ്പം തന്നെ സ്പൂൺ കൊണ്ടൊന്നും ഇളക്കരുത്. നമ്മൾ പാനൊന്ന് കൈ കൊണ്ടൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. സ്പൂൺ കൊണ്ട് ഇളക്കി അതിൻ്റെ മസാല പെട്ടെന്ന് അതിൻ്റെ മുകളിൽ നിന്ന് അടർന്നു പോകും. സ്പൂൺ കൊണ്ടൊന്നും അപ്പം തന്നെ ഇളക്കരുത്. 1 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇളക്കി കൊടുക്കുക. പെട്ടെന്നായി കിട്ടും. ഇതിന് അധികം താമസമൊന്നുമില്ല. വറുക്കാത്ത കടലയാണെന്ന് വെച്ചിട്ട് കുറേ നേരം വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മളെ കടലമാവൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന സാധനമാണ്. അരിപ്പൊടിയൊക്കെ പെട്ടെന്ന് മൂക്കുന്നതാണ്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് ആയി കിട്ടും. നോക്കി നിൽക്കണം. ചെറിയ ഗോൾഡൻ നിറം വരുമ്പോൾ തന്നെ കോരി എടുക്കണം. കടല ഇരുന്നിട്ട് മൂക്കും. എണ്ണയിൽ വറുത്തെടുക്കുന്നില്ല, അപ്പോൾ ഇരുന്നിട്ട് മൂക്കും. അത് പെട്ടെന്നായി
അപ്പോൾ ഞാനിത് എടുത്തു കേട്ടോ. ഒന്ന് ഗോൾഡൻ കളറായി വന്നപ്പോഴത്തേക്ക് തന്നെ ഞാൻ എടുത്തു. പിന്നെ ഞാൻ വറുത്ത മസാലക്കടല കുറച്ച് നിറം കുറവുണ്ട്. കടയിൽ നിന്ന് നമ്മൾ കിട്ടുന്നതിനൊക്കെ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഫുഡ് കളർ, റെഡ് കളറുണ്ട്, റെഡ് കളറുള്ള കളറുണ്ട്. പക്ഷേ ഞാൻ ചേർത്ത് കൊടുത്തില്ല. നമ്മൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ വെറുതെ എന്തെങ്കിലും ഫുഡ് കളറൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കാൻ ആവശ്യത്തിന് വേണ്ടിയിട്ട് മേടിച്ച് വെച്ചിരിക്കുന്ന ഫുഡ് കളറാണ്. ഞാൻ ചേർത്ത് കൊടുത്തില്ല. ഫുഡ് കളർ ഇല്ലാതെയാണ് ഞാനത് ഉണ്ടാക്കിയത്. നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്നത് നല്ലൊരു റെഡ് കളറാവില്ല, നല്ല രസമല്ലേ കാണാൻ. അതിന് ഫുഡ് കളർ ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്താലും അത്ര നിറം കിട്ടില്ല. അല്ലെങ്കിൽ അതേപോലെ നല്ലപോലെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിൻ്റെ ഒപ്പം ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ആ കടലയ്ക്കും അതിൻ്റെ ആ ഫ്ലേവർ കിട്ടും. നല്ലൊരു മണമാണ്, നല്ല രുചിയാണ്. അപ്പോൾ അതും വറുത്തെടുത്തു. അപ്പോൾ അതാ നമ്മുടെ മസാലക്കടല നല്ല അടിപൊളിയായിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. സൂപ്പറാണ്. എല്ലാവരും നിലക്കടല വാങ്ങുമ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. കുട്ടികൾക്കൊക്കെ കടയിൽ നിന്ന് നമ്മൾ ആ കളർ മുക്കിയത് മേടിച്ചു കൊടുക്കാതെ നമ്മൾ വീട്ടിൽ കളറൊന്നും ചേർക്കാതെ നല്ല അടിപൊളി മസാലക്കടല ഉണ്ടാക്കി നോക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. ബൈ ബൈ.